പ്രസവത്തിന് ലക്ഷ്മിയെ വിടുന്ന ദിവസം രാവിലെ വൈശാഖിന് വിഷമമായിരുന്നു. ലക്ഷ്മി, നീ വളരെ സൂക്ഷിച്ചോണം കേട്ടോ. സ്റ്റെപ്സ് ഒന്നും കയറി പോകല്ലേ. ഒന്നാമത് ബാക്ക് പെയിൻ ഉള്ളതാണ് നിനക്ക്. ഞാൻ സൂക്ഷിച്ചോളാം ഏട്ടാ. എന്തെങ്കിലും ക്ഷീണമുണ്ടെങ്കിൽ വിളിക്കാൻ മടിക്കണ്ട കേട്ടോ. ഊവ്. എന്താ, നിനക്ക് വിഷമാണോ? അവളുടെ മുഖം വാടിയിരിക്കുന്നത് കണ്ടുകൊണ്ട് വൈശാഖൻ ചോദിച്ചു. ഇല്ല ഏട്ടാ, അങ്ങനൊന്നുമില്ല. ഇറങ്ങുന്നതിന് മുമ്പ് വിളിക്കണം കേട്ടോ. അവൻ അവളെ ചേർത്ത് പിടിച്ചു. വിളിക്കാം. അവൻ അവൾക്കും കുഞ്ഞുലക്ഷ്മിക്കും മുത്തം കൊടുത്തിട്ട് കൂടുതലൊന്നും പറയാതെ വേഗം പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഏട്ടാ, തൊപ്പി വെക്കാതാണോ പോകുന്നേ? വീണ പറഞ്ഞപ്പോഴാണ് അവനത് ഓർത്തത്. ഓ, ഞാനത് മറന്നു. അവൻ വീണ്ടും മുറിയിലേക്ക് ചെന്നു. നോക്കിയപ്പോൾ ലക്ഷ്മി വിങ്ങി കരയുകയാണ്. ലക്ഷ്മി. അവൻ അവൾ കരികിലേക്ക് ഓടിച്ചെന്നു. എന്താ മോളെ? ഒന്നുമില്ലേട്ടാ, ഞാൻ വെറുതെ. വെറുതെയോ? എന്തിനാ കരയുന്നേ? എന്തോ മനസ്സിൽ വല്ലാത്ത നീറ്റല്. ചേച്ചി, കരയുവാ? അവൻ അവളുടെ കണ്ണീർ തുടച്ചു. ഏട്ടൻ നാളെ അങ്ങോട്ട് വന്നേക്കാം. മിടിക്ക് കുട്ടിയായിട്ടിരിക്കണം. എനിക്ക് സമയം പോയി. അവളുടെ കവളിൽ പതിയെ തട്ടിയിട്ട് അവൻ വാതിൽക്കിലേക്ക് പോയി. അവന്റെയും കണ്ണു നിറഞ്ഞു വന്നു. പാവം തന്നെ ലക്ഷ്മി. ആ വലിയ വയറുമായി അവൾ ഇറങ്ങിപ്പോകുന്നത് കാണാൻ സങ്കടമായതുകൊണ്ടാണ് താനിന്ന് നേരത്തെ തന്നെ സ്റ്റേഷനിൽ പോയത്. അമ്മേ, അവൾക്ക് നല്ല വിഷമമുണ്ട്. ഇനി അമ്മ കൂടി കരഞ്ഞ് കൂടി ഒരു കൂട്ടക്കരച്ചിലാക്കരുത്. ഇറങ്ങിയപ്പോ വൈശാഖിനെ ഓർമ്മിപ്പിച്ചു. ഏടത്തേക്ക് ഇന്നലെ മുതൽ ഒരു മിണ്ടാട്ടക്കുറവാണ്. ഞാനും ഓർത്തു അമ്മ എന്താ പറ്റിയെന്ന്. വീണയാണെങ്കിൽ സുമിത്രയെ നോക്കി. പാവം കുട്ടിയാണവൾ, ഒരു നിഷ്കളങ്ക. കാബേജ് തോരൻ വെക്കാൻ അരിയുകയാണ് സുമിത്ര. അമ്മേ, നീ നാരായണമാമ വരുന്നുണ്ട്. മുറ്റവും പരിസരവുമൊക്കെ അടിച്ചു വാരുകയാണ് ഉണ്ണിമോൾ. കാലത്തന്നെ തിരിച്ചുല്ലേ? ഞാൻ പറഞ്ഞല്ലേ ഇന്നലെ വരാന്. സുമിത്ര ചെന്ന് നാത്തുവിന്റെ കൈ പിടിച്ചു. ഓ, അവിടുത്തെ കാര്യമൊന്നും പറയണ്ടേ ചേച്ചി. ഈ മനുഷ്യൻ നാലുകാലിലാ വന്നേ. പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റുമോ? ആ പെങ്കൊച്ചെന്തോ വിചാരിക്കും. ലക്ഷ്മി വരുന്നുണ്ടോന്ന് അകത്തേക്ക് ഒളിഞ്ഞു നോക്കിക്കൊണ്ട് സുമിത്രയുടെ നാത്തും പറഞ്ഞു. എന്തായിടി ഒരുക്കങ്ങളെല്ലാം? മീൻ ഏതാ കിട്ടിയത്? നാരായണൻ പെങ്ങളോട് ചോദിച്ചു. കേരമീനാ കിട്ടിയേ, വേറൊന്നുമില്ലായിരുന്നു. എല്ലാരും കൂടി അകത്തേക്ക് പ്രവേശിച്ചു. എന്തായാലും കുഴപ്പമില്ല. നീയല്ലേ ഉണ്ടാക്കിയത്? ആ, അമ്മാവാ. ഇതെന്താ ഇന്നലെ വരാതിരുന്നത്? ഞങ്ങൾ നോക്കിയിരിക്കുമായിരുന്നു. എന്നാ ചെയ്യാനടി വീണമോളെ? ഞാൻ പറഞ്ഞതാ ഇവളോട്. അപ്പൊ ഇവൾക്ക് ഒടുക്കത്തെ ജാട. അയാൾ ഭാര്യയെ നോക്കി. അതൊക്കെ ഞങ്ങൾക്കറിയാം, ആർക്കാ ജാടയെന്ന്. ആ പാവം അമ്മായിയെ വെറുതെ വിട്ടേക്ക്. അപ്പോ നമ്മൾ ഔട്ടായല്ലേ? അളിയനെന്തേ? ആ മനുഷ്യന് മാത്രമേ എന്നെ മനസ്സിലാകൂ. നാരായണൻ മുറിയിലേക്ക് പോയി. ആ, അമ്മായി വന്നതേ ഉള്ളൂ. ലക്ഷ്മിയാണെങ്കിൽ വെളിയിലെ സംസാരം കേട്ട് ഇറങ്ങി വന്നതാണ്. വന്ന് കയറിയതേ ഉള്ളു മോളെ. ഇതെന്താ മുഖമൊക്കെ വല്ലാണ്ട്? ലക്ഷ്മി കരഞ്ഞിരിക്കുന്നുവെന്ന് എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ട് അവൾ ചിരിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല. വിഭവങ്ങൾ ഓരോന്നായി അടുക്കളയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പവും ചിക്കൻ കറിയും ആദ്യം, പിന്നെ ചോറും കറികളും, ബീഫ് ഫ്രൈയും, മീൻകറി, പുളിശ്ശേരി, അവിയല്, സാമ്പാറ്, തോരൻ, മെഴുക്കുവരട്ടി, വെള്ളരി പച്ചടി, ചള്ളാസും അച്ചാറും, പാവയ്ക്ക കൊണ്ടാട്ടവും പപ്പടവും. ഇത്രയുമായിരുന്നു വിഭവങ്ങൾ. ഓ, ഇതൊക്കെ ചേച്ചി തനിച്ചുണ്ടാക്കിയതാണോ? സമ്മതിക്കണം കേട്ടോ. എല്ലാം ഒന്നാന്തരമായിരിക്കുന്നു. ശേഖരന്റെ അനുജന്റെ ഭാര്യ വനജ അവരെ പ്രശംസിച്ചു. അധികം പൊക്കണ്ട കേട്ടോ ഇറ്റേ. അമ്മയ്ക്ക് ഭയങ്കര അഹങ്കാരമാകും. ഉണ്ണിമോളെ, ഇത്രയും പാവം ഒരു അമ്മയെ കിട്ടിയതാണ് നിങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ ഭാഗ്യം. എന്റെ ചിറ്റയെ ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. ഞങ്ങളുടെ അമ്മക്കുട്ടി പാവമല്ലേ. അതൊക്കെ പോട്ടെ, ലക്ഷ്മി സാരി ഉടുത്തോടി. ആ കുട്ടിയെ സഹായിക്കണമെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. വനജ അടുക്കളയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഏട്ടനും ജോലി കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ചിറ്റയ്ക്കൊക്കെ ഇത്രയും സ്നേഹം. അവർ പോയത് നോക്കി വീണ പറഞ്ഞു. ചിപ്പിയെ കെട്ടിക്കുമ്പോ എന്തേലും കൊടുക്കണം, അതും കാര്യമായിട്ട്. അത്രയേ ഉള്ളൂ. ഉണ്ണിമോൾ പറഞ്ഞത് ശരിയാണെന്ന് അവർക്കറിയായിരുന്നു. അമ്മേ, ഇത് വിജയിച്ച് വിളിക്കുന്നു. ഫോണുമായി ലക്ഷ്മി അവരുടെ അടുത്തേക്ക് വന്നു. ഹലോ, കുഞ്ഞിന് പനി കുറഞ്ഞോടി. നീ പണിയും ചെയ്ത് നടക്കാതെ അവനെ നോക്കണേ. തണുപ്പടിച്ചാൽ അസുഖം മാറത്തില്ല. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. സുമിത്ര മകളോട് ദേഷ്യപ്പെട്ടു. അമ്മ, ആ ഫോൺ ഇങ്ങോട്ട് തന്നേ എന്ന് പറഞ്ഞുകൊണ്ട് വീണ വന്ന് ഫോൺ മേടിച്ചു. പിന്നെ അവർ തമ്മിലായി സംസാരം. വിജിയും ചടങ്ങിന് വരാനിരുന്നതാണ്. പക്ഷെ 2 ദിവസമായിട്ട് കുഞ്ഞിന് പനി.
അതുകൊണ്ട് അവളോട് വരണ്ടെന്ന് ശേഖരനും സുമിത്രയും പറഞ്ഞു. അത്യാവശ്യം ചില ബന്ധുക്കളെ മാത്രമേ അവർ ക്ഷണിച്ചിരുന്നുള്ളൂ. ഇടയ്ക്കൊന്ന് ഒന്ന് രണ്ട് തവണ ലക്ഷ്മി വൈശാഖിനെ ഫോണിൽ വിളിച്ചു. 11:30 കഴിഞ്ഞു എല്ലാവരും എത്തിച്ചേർന്നപ്പോ. അശോകന്റെ പെങ്ങൾ ശാരദയെ മാത്രം വിളിക്കാൻ ലക്ഷ്മി പ്രത്യേകം പറഞ്ഞിരുന്നു. കാരണം ഏട്ടൻ പോലീസായത് അവരെ ഒന്ന് കാണിച്ചു കൊടുക്കാന്. പക്ഷെ വൈശാഖിന് ലീവ് എടുക്കാഞ്ഞത് കാരണം അവനോടെ ഉണ്ടായിരുന്നില്ല. ഒരുപാട് പലഹാരങ്ങളൊക്കെ ആയിട്ടാണ് ലക്ഷ്മിയുടെ അച്ഛനും അമ്മയും വന്നത്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാരും പോകാൻ ഇറങ്ങി. മന്ത്രകോടി ഉടുത്ത് ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് മുടി നിറയെ മുല്ലപ്പൂവൊക്കെ ചൂടി ലക്ഷ്മി ഇറങ്ങി വന്നു. അച്ഛന്റെയും അമ്മയുടെയും കാലിത്തൊട്ട് തൊഴണമെന്ന് ശാരദയപ്പച്ചി നിർദ്ദേശിച്ചു. അവൾ ആദ്യം ശേഖരന്റെ കാലിത്തൊട്ട് തൊഴുതു. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അയാൾ അവളുടെ നെറുകെ കൈവച്ചു. സുമിത്രയുടെ കാല് തൊട്ടു തൊഴുകയും ലക്ഷ്മിയുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു വന്നു. സുമിത്രയാണെങ്കിൽ കരച്ചിലടക്കാൻ പാടുപെട്ട് നിൽക്കുകയാണ്. ഇതെന്താ കരഞ്ഞുകൊണ്ടിറങ്ങുന്നേ? ആരെങ്കിലും ഇങ്ങനെ കാണിക്കുമോ? ശാരദ ലക്ഷ്മിയോട് ദേഷ്യപ്പെട്ടു. പുറകോട്ട് തിരിഞ്ഞു നോക്കാതെ പോയി വണ്ടി കയറി മോളേന്ന് സുമിത്ര പറഞ്ഞപ്പോൾ ലക്ഷ്മി ഇറങ്ങി മുറ്റത്തേക്ക് നടന്നു. എന്തിനാ കരയുന്നത്? നീ ആ കുട്ടിയെ കൂടി കരയിപ്പിച്ചപ്പോ സമാധാനമായോ? അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവില്ല. ഒരമ്മയ്ക്ക് മാത്രമേ അറിയൂ. കണ്ണീർ തുടച്ചുകൊണ്ട് സുമിത്ര പറഞ്ഞു. എന്തോന്നു? ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ നിന്ന് മൂങ്ങും അവൾ. എന്റെ അടുത്തൊന്ന് പൊയ്ക്കോണം കേട്ടോ. അയാൾ അവർക്ക് നേരെ കൈയോങ്ങി. വെറുതെ കരയില്ലേ ചേച്ചി, അത് ശ്രീയല്ല കേട്ടോ. അടുത്ത വീട്ടിലെ മാലതി പറഞ്ഞപ്പോൾ പിന്നെ സുമിത്ര ഒന്നും പറഞ്ഞില്ല. പലഹാരക്കെട്ടുകളെല്ലാം ഓരോന്നായി പൊട്ടിക്കുകയാണ് വീണയും ഉണ്ണിമോളും. കാരണം വീട്ടിൽ വന്ന ആളുകൾക്കെല്ലാം കൊടുത്തു വിടണമല്ലോ. ലഡു, ജിലേബി, ഹൽവ, നെയ്യപ്പം, അച്ചപ്പം, കുഴലപ്പം, കേക്ക്, അങ്ങനെ അത്രയും 7 കൂട്ടം പലഹാരങ്ങൾ അവർ കൊണ്ടുവന്നത്. മോൾക്കുള്ളത് ആദ്യം എടുത്തു മാറ്റിവെക്കാം എന്ന് പറഞ്ഞ് സുമിത്ര ലക്ഷ്മി വരുമ്പോ കൊടുക്കുവാനായി എല്ലാം എടുത്തൊരു കവറിലാക്കി ടിന്നിൽ വെച്ചു. എന്നിട്ടാണ് എല്ലാവർക്കും കൊടുത്തുവിട്ടത്. വീട്ടിലെത്തിക്കഴിഞ്ഞതും ഉടനെ തന്നെ ലക്ഷ്മി അവരെ വിളിച്ചു. മോളെ, സങ്കടമൊന്നും വേണ്ട. അടുത്ത ദിവസം അമ്മ അവനെ വിട്ടയക്കും. ആ കൂടെ മോൾ ഇങ്ങോട്ട് പോരെ. സുമിത്ര പറഞ്ഞു. ശരിയമ്മേ, ഞാൻ വന്നേക്കാം. അമ്മ ഒരു മിനിറ്റ്, ഏട്ടൻ വിളിക്കുന്നുണ്ട്. വെച്ചോ മോളെ, ഞാൻ പിന്നെ വിളിക്കാം. അളിയോ, നമ്മുടെ വൈശാഖൻ പോലീസായിട്ട് നമുക്കൊന്നും ചിലവില്ലേ? നാരായണൻ ഇത്തിരി ഫോമിലായി കഴിഞ്ഞു. അമ്മാവന സ്കൂട്ടർ ഓടിച്ച് ഇപ്പൊ ഏട്ടന്റെ അടുത്തേക്ക് ചെല്ല്. ഒരു പെറ്റി അടിച്ചു തരും. അതുപോലെ ചിലവ്. വീണമോളെ, വേണ്ട വേണ്ട, തമാശ വേണ്ട. ഞാൻ നിന്റെ കല്യാണത്തിന് കൂടണമെങ്കിൽ നിന്റെ നാവടച്ചോണം കേട്ടോ. യോ, അമ്മാവ ചതിക്കല്ലേ. എന്തിനും ഏതിനും അച്ഛന്റെ വലം കൈയായി നിൽക്കേണ്ടത് അമ്മാവനാണ് കേട്ടോ. വീണെ ഒന്നിങ്ങോട്ട് വന്നേടി, സുമിത്ര വിളിച്ചു. എന്താമേ? എടി, നീ ആ വാഴയിലൊന്ന് വാട്ടിക്കേ. ഇവർക്ക് ഇത്തിരി അവിയലും മീൻകറിയും ഒക്കെ കൊടുത്തുവിടാനാ. ഇനി എപ്പ ചെന്നിട്ട് ഉണ്ടാക്കുമല്ല. നാരായണനും കുടുംബത്തിനുള്ള പാഴ്സൽ എടുക്കുകയാണ് സുമിത്ര. എല്ലാ തവണയും ഈ പതിവുള്ളതുകൊണ്ട് വീണ വേഗം ഇലയെടുത്ത് അടുപ്പത്ത് വാട്ടാനായി പോയി. അങ്ങനെ ഓരോരുത്തരായി എല്ലാവരും പോയി. എത്തേണ്ട സമയം കഴിഞ്ഞിട്ടും വൈശാഖിനെ കാണാഞ്ഞപ്പോൾ ശേഖരൻ വീണയോടവനെ വിളിക്കാൻ പറഞ്ഞു. ഹലോ ഏട്ടാ, ഇതെവിടെയാ? ഞാൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങാൻ പോവാ മോളെ, വെച്ചോ. ഓക്കെ ഏട്ടാ. അവൾ ഫോൺ വെച്ചു. ഏട്ടൻ തിരക്കാണച്ചാ. അതാ വീണ ഫോണുമായി മെല്ലെ മുറിയിലേക്ക് പോയി. തന്റെ പ്രാണനാഥനെ ഇത്രയും നേരമായിട്ട് ഒന്ന് വിളിക്കാൻ പോലും പറ്റിയിട്ടില്ല. ഹലോ ശ്രീയേട്ടാ. ഇപ്പോഴെങ്കിലും ഒന്ന് ഓർത്തല്ലോ. പിണങ്ങല്ലേ, ഞാൻ ആകെ ബിസിയായിരുന്നു. എന്താ വിളിച്ചേ? ഒന്നുകൂടെ വിളിച്ചേ. ഒന്ന് പോയേട്ടാ, ഞാൻ വെറുതെ. അത് വിട്. നീ എന്താ ഇപ്പൊ വിളിച്ചത്? അതൊന്നുകൂടെ വിളിക്ക്. ദേ, ഏട്ടൻ വരാൻ സമയായി. വേറെന്തെങ്കിലും പറയണമെന്നുണ്ടോ? ഏട്ടൻ വരട്ടെ, അതിനെന്താ. ഏട്ടനും ഇതുപോലെ ഫോണിംഗ് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു വന്ന ആളാ. ബെസ്റ്റ്. അതൊക്കെ ശരിയാ. പക്ഷേ ഏട്ടൻ ആരാ മോന്? സ്വന്തം പെങ്ങടെ കാര്യം വന്നപ്പോ ഒക്കെ മറന്നു. ചേച്ചി പോയിട്ട് വിളിച്ചോ? കൊള്ളാം. ഇപ്പൊ തന്നെ ഒരു 5 പ്രാവശ്യം വിളിച്ചു. ഏടത്തേക്ക് ഇവിടെ നിൽക്കുന്ന ഇഷ്ടം. നീയും അങ്ങനെ ആവണം കേട്ടോ, പറഞ്ഞില്ലെന്ന് വേണ്ട. അങ്ങനെ അവരുടെ സംസാരം നീണ്ടുപോയി.
ലക്ഷ്മി വെറുതെ വരാന്തയിൽ ആട്ടുകട്ടിലിൽ ഇരിക്കുകയാണ്. തക്കുടു, അച്ഛൻ്റെ മുത്തെ. അവൾ തന്റെ വയറിൽ മെല്ലെ വിരലൊടിച്ചു. പാവം അച്ഛ, എന്തെടുക്കുവാണോ ആവോ? അവൾ സംസാരിച്ചിട്ടൊന്നും കുഞ്ഞനങ്ങിയില്ല. അവൾ അമ്മയെ ഉറക്കെ വിളിച്ചു. എന്താ മോളെ? ശ്യാമള അവൾക്കരികിലേക്ക് ഓടി വന്നു. അമ്മേ, കുറച്ച് സമയമായിട്ട് കുഞ്ഞനങ്ങുന്നില്ല. യോ, എന്റെ ദൈവമേ, എന്താ പറ്റിയത്? അശോകേട്ടാ, അവർ വിളിച്ചു. എന്താടി? അയാൾ ഓടി വന്നു. മോള് പറയുവാ, കുറച്ച് സമയമായിട്ട് കുഞ്ഞനങ്ങുന്നില്ലെന്ന്. എന്തു പറ്റിയാവോ? നീ കിടന്ന് ബഹളം കൂട്ടി മോളെ കൂടെ പേടിപ്പിക്കാതെ. അയാൾ ശ്യാമളെ വഴക്കു പറഞ്ഞു. മോളെ, ഹോസ്പിറ്റലിൽ ആരുടെയെങ്കിലും നമ്പറുണ്ടോ? ഒന്ന് വിളിച്ചാലോ? ഡോക്ടർ തന്നിട്ടുണ്ട്, വിളിക്കാം. അപ്പോൾ തന്നെ അവൾ ഫോൺ എടുത്തു. കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഒന്ന് ചിരിഞ്ഞു കിടക്കണം. അനക്കം ശ്രദ്ധിച്ചോണം. എന്നിട്ടും ഇല്ലെങ്കിൽ വേഗം ഹോസ്പിറ്റലിൽ വരൂ. ഡോക്ടർ പറഞ്ഞ പോലെ ചെയ്യാന്ന് പറഞ്ഞ് ശ്യാമള വേഗം വെള്ളം എടുക്കാനായി പോയി. മുറ്റത്തൊരു വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് അശോകൻ അവിടേക്ക് ചെന്നു. നോക്കിയപ്പോ വൈശാഖൻ. ആ മോളെ, ദേ വൈശാഖൻ വന്നു. ലക്ഷ്മി സിറ്റൗട്ടിലേക്ക് മെല്ലെ പോയി. അശോകൻ വന്നപ്പോ അവനോട് വിവരം പറഞ്ഞു. എന്താ പറ്റി? വരൂ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. അവനവളുടെ അടുത്തേക്ക് വന്നു. വൈശാഖേട്ട, ദേ അച്ഛ, ഇപ്പൊ മാവ അനങ്ങി. അവളുടെ മുഖത്ത് ഇപ്പോഴും അങ്കലാപ്പ് വിട്ട് മാറിയിട്ടില്ല. ശ്യാമള അപ്പോഴേക്കും വെള്ളവുമായി വന്നു. ഇനി വെള്ളമൊന്നും വേണ്ടടി. കുഞ്ഞിന്റെ അച്ഛൻ എത്തേണ്ട സമയം കഴിഞ്ഞിട്ടും കാണാഞ്ഞതുകൊണ്ട് പുള്ളി പിണങ്ങി കിടക്കുകയായിരുന്നു. അശോകൻ പറഞ്ഞപ്പോ എല്ലാവരും ചിരിച്ചു. അങ്ങനെ 7 ദിവസം സ്വന്തം വീട്ടിൽ നിന്നിട്ട് പിറ്റേ വ്യാഴാഴ്ച ലക്ഷ്മി മേലെടുത്തേക്ക് തിരികെ വന്നു. ഇതിനോടിടയ്ക്ക് പലതവണ വൈശാഖൻ അവളെ കാണാൻ ചെന്നു. ഒരു വട്ടം വിജയും വന്നു. എഴുതി വന്നത് നന്നായി. മറ്റന്നാളാ ഡ്രസ് എടുക്കുന്നേ. അതെയോ വീണേ? അവരെപ്പോഴാ വിളിച്ചേ? ദാ ഇപ്പൊ വിളിച്ചിട്ട് വെച്ചതേ ഉള്ളൂ. അവിടുത്തെ അമ്മയാണ് എടുത്തി വിളിച്ചു പറഞ്ഞേ. നമുക്ക് പോകാം. വേണ്ട വേണ്ട, മോള് പോവണ്ട. അതൊന്നും ശരിയാവില്ല. സുമിത്ര വിലക്കി. അതെന്തു വർത്തമാനമാണമ്മേ? എടുത്തി വരാതിരുന്ന എങ്ങനെയാണ്? നീ പറയുന്ന അനുസരിച്ചാ മതി. തുണിയെടുക്കാൻ കയറിയാൽ ഉടനെയൊന്നും ഇറങ്ങാൻ പറ്റില്ല. അതുവരെ ഈ കുട്ടിക്ക് അവിടെ നിൽക്കാൻ പറ്റുമോ? അമ്മേ പ്ലീസ്. ഒരു പ്ലീസും ഇല്ല, നീ പറഞ്ഞു കേട്ടാ മതി. ഓ, എന്നാ ശരി. വീണേ, വീഡിയോ കോൾ ചെയ്താൽ മതി. ഞാൻ കളറൊക്കെ പറഞ്ഞുതരാം. ഒടുവിൽ ലക്ഷ്മി അവളെ സമാധാനിപ്പിച്ചു. ലക്ഷ്മി, വൈശാഖം വിളിച്ചപ്പോൾ അവൾ റൂമിലേക്ക് പോയി. എന്റെ ഏട്ടാ? ഓ, എത്ര ദിവസമായി വാവയോട് നേരാമണമൊന്നും മിണ്ടിയിട്ട്. നീ ഇങ്ങോട്ട് വാ. അവൻ അവളെ തന്റെ നെഞ്ചിലേക്ക് വലിച്ചടിപ്പിച്ചു. ഓ, പതുക്കെ. ഇപ്പൊ നേരത്തെ പോലെയല്ല, വയറു വലുതായി വരുമല്ലേ. ഓ, ഞാനിത് മറന്നു. അവൻ മുട്ടിന്മേലിരുന്ന് അവളുടെ വയറിൽ ശിരസ് ചേർത്തു. അവന്റെ ശബ്ദം അത്രയും അടുത്ത് കേട്ടതുകൊണ്ടാകണം കുഞ്ഞുവാവ വേഗം അനങ്ങി. അച്ഛയുടെ മുത്തേ, അവൻ വിളിച്ചു. എനിക്കിങ്ങ് കാണാൻ കൊതിയായി. വലിയ താമസമില്ല. എടി, മാവയുണ്ടാവുമ്പോ ഞാനാണ് ആദ്യം മേടിക്കുന്നത്. ഏട്ടനറിയാമോ മാവയെടുക്കാൻ? വിജിക്ക് കുഞ്ഞുണ്ടായി അന്ന് തന്നെ ഞാൻ കുഞ്ഞിനെ എടുത്തിരുന്നു. നീ മറന്നോ അത്? അതപ്പോഴല്ലേ. അതുപോലെയാണോ ആദ്യം മേടിക്കുന്നത്? നോക്കട്ടെ, ഞാൻ ട്രൈ ചെയ്യും. പിന്നീട് അങ്ങോട്ട് കല്യാണത്തിന്റെ ഓരോ തിരക്കുകളാണ്. ശേഖരൻ ക്ഷണക്കത്തുമായിട്ട് ഓരോ വീടുകൾ കയറിയിറങ്ങി. സുമിത്രയുമായി ക്ഷണിക്കേണ്ട സ്ഥലങ്ങളിൽ അങ്ങനെയും അവർ പോയി. മന്ത്രകോടി എടുക്കാനായി വീണയും അവരുടെ ഒരു ചെറിയമ്മയും കൂടി പോയി. സുമിത്രയ്ക്കാണെങ്കിൽ അന്ന് മകളുടെ കൂടെ പോകാൻ സമയം കിട്ടിയില്ല. ലക്ഷ്മിയെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചാണ് വീണ സാരി സെലക്ട് ചെയ്തത്. പിന്നെ 2 ദിവസം കൂടി കഴിഞ്ഞാണ് സ്വർണ്ണം എടുക്കാൻ പോയത്. എല്ലാം കൂടി 51 പവനാണ് എടുത്തത്. അന്ന് രാത്രിയിൽ ലക്ഷ്മി വൈശാഖനോടൊരു കാര്യം പറഞ്ഞു. അതൊന്നും വേണ്ട ലക്ഷ്മി, ശരിയാവില്ല. ഏട്ടാ പ്ലീസ്, ഏതിനൊന്നും പറയില്ല. അത് വേണോ ലക്ഷ്മി? തൽക്കാലം അത്രയ്ക്ക് ആവശ്യമൊന്നുമില്ല. പ്ലീസ് ഏട്ടാ, ഞാൻ പറയുന്ന കേൾക്ക്. ഒടുവിൽ അവൻ ലക്ഷ്മിയുടെ ആഗ്രഹത്തിന് സമ്മതം മൂളി. ആ പിന്നെ ഏട്ടാ, നാളെ ഏട്ടൻ വന്നു കഴിഞ്ഞ് നമുക്ക് ടൗണിൽ പോകാം. എനിക്ക് സാരി മേടിക്കണം. പിന്നെ അമ്മയ്ക്കും ഉണ്ണിമോൾക്കും ഒക്കെ എടുക്കണ്ടേ? പോകാം, നോക്കട്ടെ. ഞാൻ നിന്നെ വിളിക്കാം. അയ്യോ, ദീപേച്ചി ഒന്നും വിളിച്ചില്ല. അവൾ ഫോണും എടുത്ത് ജനാലയുടെ അടുത്തേക്ക് പോയി. ഹലോ ദീപേച്ചി. കുറച്ച് ബിസിയായിരുന്നു.
കുഴപ്പമില്ല, ഇങ്ങനെ പോകുന്നു. കല്യാണത്തിന് വരില്ലേ? അച്ഛൻ വരും അങ്ങോട്ട്, നിങ്ങളെ ക്ഷണിക്കാൻ. ഊവി ചേച്ചി. ചേച്ചിക്ക് ഭാഗ്യമുണ്ട്, ഛർദിയില്ലല്ലോ. അങ്ങനെ അവളുടെ സംസാരം നീണ്ടുപോയി. അരമണിക്കൂറാകാൻ 2 മിനിറ്റ് കൂടി ബാക്കിയുണ്ട്. കംപ്ലീറ്റ് ആക്കാൻ വല്ല പ്ലാനും ഉണ്ടോ? എന്നൊന്നും വിളിക്കുന്നില്ലല്ലോ, വല്ലപ്പോഴും അല്ലേ ഉള്ളൂ. ഇനി അത് പറഞ്ഞാ മതി. വല്ലാണ്ട് വിശക്കുന്നു, നീ വരുന്നില്ലേ കഴിക്കാൻ? ഞാൻ ഇപ്പൊ വരാം ഏട്ടാ, ഏട്ടൻ പൊയ്ക്കോളൂ. വൈശാഖൻ മുറിയിൽ നിന്നിറങ്ങി അച്ഛന്റെ അടുത്തേക്ക് ചെന്നു. കസേരയിൽ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് ശേഖരൻ. ഇരു കൈകളും ശിരസിന് പിറകുവശത്തേക്ക് ഊന്നി പിടിച്ചിരിക്കുന്നു. അച്ഛനാകെ മടുത്തിരിക്കുന്നു. ഒറ്റയ്ക്കാണ് എല്ലാ കാര്യങ്ങളും ഓടുന്നത്. ജോലിക്ക് പ്രവേശിച്ചതേ ഉള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് ലീവും കിട്ടത്തില്ല. അച്ഛാ, അവൻ ശേഖരന്റെ അടുത്തേക്ക് ചെന്നു. വാമോനെ, ഇരിക്ക്. അയാൾ തന്റെ അടുത്ത് കിടന്ന കസേര അവന് നേർക്ക് നീട്ടിയിട്ടു. പക്ഷെ അവൻ ഉമ്മർത്ത് കിടന്ന ഒരു തൂണിൽ ചാരി നിന്നതേ ഉള്ളൂ. അച്ഛൻ തന്നെ ആകെ മടുത്തുവല്ലേ? മുഖം കണ്ടാലറിയാം. എനിക്കാണെങ്കിൽ വരെ നിവൃത്തിയുമില്ല. അതൊന്നും സാരമില്ല മോനെ, എന്റെ മടുപ്പ് നീ നോക്കണ്ട. ഈശ്വരാനുഗ്രഹത്താൽ നിനക്ക് നല്ലൊരു ജോലി കിട്ടിയല്ലോ. അച്ഛനിനി എല്ലാവരുടെയും മുമ്പിൽ തല ഉയർത്തി നടക്കാം, അത്രമാത്രം മതി. എന്നാലും അച്ഛൻ ഈടിയായി ഒരുപാട് ക്ഷീണിച്ചു. ഈ പരാക്രമമല്ലേ? ഏയ്, അതൊന്നും സാരമില്ല. അയാളും ചിരിച്ചു. മോനെ, ഈ മണ്ഡപവും കാര്യമൊക്കെ ആ മഴവില് ഡെക്കറേഷനാണ് കൊടുത്തേക്കുന്നത്. അവര് കുഴപ്പമില്ലല്ലോ അല്ലേ? ഒരു കുഴപ്പമില്ല ചാ. അവരാ ഇപ്പോഴത്തെ എല്ലാ പരിപാടിക്കും മണ്ഡപം സെറ്റ് ചെയ്യുന്നത്. 5-6 മാസം കൊണ്ട് അവർക്ക് നല്ല ഇമേജാണുള്ളത്. നമ്മുടെ ശബരീഷ് പറയുക അതിലും നല്ലതൊക്കെ ഉണ്ടായിരുന്നുവെന്ന്. ഓ, ഇത് അത്യാവശ്യം കുഴപ്പമില്ല. ഞാൻ നല്ലൊരു ഡിസൈനാ അവരോട് പറഞ്ഞത്. ആ, എല്ലാം മംഗളമായി കഴിഞ്ഞാൽ മതിയായിരുന്നു. മോനെ, നിന്റെ ഫ്രണ്ട്സിനെ വിളിക്കണ്ടേ? പോലീസിൽ ആരോടിലൊക്കെ പറയണോ? ഫ്രണ്ട്സ് അധികം ആരും ഇല്ലല്ലോ അച്ഛാ. പിന്നെ സ്റ്റേഷനില് ഇപ്പൊ വർക്ക് ചെയ്യുന്നവരോടൊക്കെ പറയണം. എങ്ങനെ പോയാലും എല്ലാം കൂടി 1500 പേരെങ്കിലും വരും. അവർ കണക്ക് കൂട്ടി. തുടരും.